നമസ്കാരം. ഞാൻ എൻ്റെ ഇവിടെ ചോദിക്കാനിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നീലേശ്വരം കോട്ടപ്പുറം ബോട്ട് ടെർമിനലാണ്. ഇവിടെ 30ഓളം ഹൗസ് ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത്. കടുത്ത പ്രതിസന്ധിയിലാണ് ഈ മേഖല കടന്നു പോകുന്നത്. ഇവരുടെ പ്രശ്നങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഹൗസ് ബോട്ട് അസോസിയേഷൻ പ്രതിനിധികളുണ്ട്, അതുപോലെ തന്നെ ജീവനക്കാരുണ്ട്, അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. എന്നാൽ ആദ്യം നമുക്ക് ഹൗസ് ബോട്ട് അസോസിയേഷൻ്റെ നേതാക്കളോട് തന്നെ ചോദിക്കാം, എന്താണ് ഈ ഇപ്പോൾ ഹൗസ് ബോട്ട് മേഖല നേരിടുന്ന പ്രതിസന്ധി? എത്രത്തോളം ഹൗസ് ബോട്ടുകളാണ് ഇപ്പോൾ ഇവിടെ ഈ സർവീസ് നടത്തുന്നത്? നിലവിലിപ്പം 27 ഹൗസ് ബോട്ടാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. എല്ലാ അപ്ഡേറ്റ് പേപ്പറായിട്ടുള്ള ബോട്ടുള്ളത് 27 എണ്ണമാണ്. ഇപ്പം ഞങ്ങൾ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് ഈ ടെർമിനൽ ആരംഭിച്ചതിന് ശേഷമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ ടെർമിനലിലേക്ക് വരുന്ന റോഡ്, അത് ഇതിന് അപ്രോച്ച് റോഡാണ്. ആ റോഡിൽ നമുക്കിപ്പം ടൂറിസ്റ്റുകൾ വരുമ്പം 50 പേരൊക്കെ വരുന്ന ബസ് വരുമ്പം ആ ടേണിങ്ങിൽ ഇങ്ങോട്ട് കടക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതൊരു വലിയൊരു പ്രതിസന്ധിയാണ് ഞങ്ങൾ ഈ ഹൗസ് ബോട്ടിൻ്റെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമതില്ലെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇവിടെ ഒരു യാർഡ് ഉണ്ടായിരുന്നു. ആ യാർഡ് ഇപ്പം നിലവിൽ പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ ലൈസൻസ് എല്ലാം ക്യാൻസലായിട്ടുള്ളത്. അപ്പോൾ നിലവിൽ നമുക്ക് വർഷത്തിലിപ്പം യാർഡിൽ കയറ്റി ഇതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യണം. അതിനിപ്പം ഞങ്ങൾ പോകേണ്ടത് അഴീക്കോട്, കണ്ണൂർ ജില്ലയാണ്. അത് ബൈ കടൽ മാർഗ്ഗമാണ് പോകേണ്ടത്. അപ്പോൾ അതിന് ഭാരിച്ച ചിലവും വരുന്നുണ്ട്, അതുപോലെ നല്ല റിസ്ക്കും ഉണ്ട് കടലിൽ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അസോസിയേഷൻ യോഗം ചേർന്ന് ഗവൺമെൻറ്റിന് അതിൻ്റെ രീതിയിലുള്ള നിവേദനം കാര്യങ്ങളും വേണം ജനപ്രതിനിധികളൊക്കെ കണ്ടതിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിന് അനുകൂലമായൊരു പ്രതികരണം വന്നിട്ടില്ല. അനുകൂലമായ പ്രതികരണം ഉണ്ടാവുമെന്നാണ് അവരുടെ ഭാഗത്ത് നമുക്ക് തന്ന മറുപടി ഇതുവരെ ആയിട്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പിന്നെ ഞങ്ങൾ അസോസിയേഷൻ തന്നെ പറ്റുമെങ്കിൽ ഈ കാസർഗോഡ് ജില്ലയിൽ ഇതുമായി അനുബന്ധ പ്രദേശങ്ങൾ എവിടെയെങ്കിലും നല്ല രീതിയിലൊരു യാർഡ് ആരംഭിക്കാനുള്ള ചർച്ചയും ഞങ്ങൾ യോഗത്തിൽ വന്നിട്ട് അതിൻ്റെ പ്രവർത്തനം ട്രഷറർ, പ്രദീപ്, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ അതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കും. ഈ യാർഡിൻ്റെ ആണ് മെയിനായിട്ടുള്ള ഒന്നാമത്തെ പ്രശ്നങ്ങൾ, ഞങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. രണ്ടാമത് വരുന്നതെന്ന് വെച്ചാൽ, ടൂറിസ്റ്റുകൾ വരുന്നത് പോകുന്നത് ഈ കരയിലൊക്കെയുള്ള ഈ സൈഡിൽ വന്നു കഴിഞ്ഞാലുള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഇല്ല ഇവിടെ. കാരണം വെച്ചാൽ, ഈ പുഴയിൽ വെള്ളത്തിൻ്റെ വേലിയേറ്റം കൊണ്ട് അവിടെ പാലായിൽ ഷട്ടർ കം ബ്രിഡ്ജുണ്ട്. അവിടെ ക്ലോസ് ചെയ്യുമ്പം ചില സമയങ്ങളിൽ ഉപ്പ് വെള്ളങ്ങൾ രാത്രിയിൽ ഹൈ വരുമ്പോൾ ഈ കരയിലേക്ക് കവിയുന്നുണ്ട്. അത് കവിഞ്ഞ് കഴിഞ്ഞാൽ രാവിലേക്ക് ഗസ്റ്റെല്ലാം വരുമ്പോൾ സൈഡിൽ നിന്ന് വെള്ളം കെട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കര ഒന്ന് കെട്ടിയിട്ടുണ്ടെങ്കിലും അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതിരോധത്തിലേക്ക് ആയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഒന്ന് പറയാനുള്ളത്. പിന്നെ മറ്റ് കുറേ കാര്യങ്ങളുണ്ട്, അതും സെക്രട്ടറി കൂടി വിശദീകരിക്കും. കാരണം നമുക്ക് ഈ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കുള്ള ഒരു വ്യവസായമാണിത്. അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എത്രത്തോളം സഹായം ഈ വ്യവസായ മേഖലയിലേക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്? ഈ കോവിഡ് സമയത്ത് ഞങ്ങളെ ബോട്ടുകളെല്ലാം ഇവിടെ ബ്ലോക്കായിരുന്നു. ആ സമയത്ത് സർക്കാരിന് ഞങ്ങൾ അനുകൂലമായൊരു നിലപാടുണ്ടായിരുന്നു. ഞങ്ങൾ സർക്കാരിൻ്റെ ഒരു ചെറിയ ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ബോട്ടിന് ഏകദേശം 84,000-83,000 രൂപയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് പൂർണ്ണമായി എല്ലാ ബോട്ടിനും കിട്ടിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ പറഞ്ഞ രീതിയിലുള്ള പേപ്പറും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്ത് അത് കൃത്യനിഷ്ഠയോടെ ചെയ്തവർക്ക് ആ പൈസ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ 2 ബോട്ടിന് അന്ന് കിട്ടിയിട്ടുണ്ട്. ഈ അറേബ്യൻ പാലസിൻ്റെ 2 ബോട്ടിന് അന്ന് ആ പൈസ കിട്ടിയിട്ടുണ്ട്. അന്ന് ആ കോവിഡ് കാലത്ത് ബോട്ട് കുറേ കാലം കെട്ടിക്കിടന്നിരുന്നു. അതിനുശേഷം ഇപ്പം ഞങ്ങൾ നേരിട്ടൊരു പ്രതിസന്ധി എന്ന് വെച്ചാൽ, മലപ്പുറത്തുണ്ടായ ഇൻസിഡൻറ്റ്. ആ ഇൻസിഡൻറ്റിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് ഫ്ലോ താഴേക്ക് പോയി. ഈ ആ ഭാഗത്തെല്ലാം വരുന്ന ഗസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പം വീണ്ടും ചെറിയ നല്ലൊരു ഓളം ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ രീതിയിൽ പ്രവർത്തന കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾക്ക് ഒരുപാട് മറ്റുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന് സ്ലാങ്ങിൻ്റെ ട്രെയിനിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ എന്ന് വെച്ചാൽ, കൊടുങ്ങല്ലൂരേക്ക് പോകണം ഞങ്ങൾക്ക് ഈ സ്ലാങ്ങിൻ്റെ ട്രെയിനിങ്ങിന്. അപ്പോൾ ഞങ്ങൾ അന്നേ ആവശ്യപ്പെട്ടിരിക്കുന്ന കാസർഗോഡ് അതിൻ്റെ സബ് ആയിട്ടുള്ള ഒരു ഓഫീസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ആരംഭിക്കാം. അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിൻ്റെ ഒരു പേപ്പർ വർക്കും കാര്യങ്ങളൊന്നും ഈ സമയം വരെ നടന്നിട്ടില്ല. ഞങ്ങൾ MLA മുഖാന്തരവും ടൂറിസം വകുപ്പിൻ്റെ മുഖാന്തരം എല്ലാം സംസാരിച്ച് എല്ലാം ഇതാക്കിയതാണ്. പക്ഷേ ഇതുവരെ ഒന്നും അതിൻ്റെ ഒരു പ്രതികൂലമായ ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ നമുക്ക് ഒരു പോസിറ്റീവായി ഇതുവരെ എത്തിയിട്ടില്ല. ആ ഒരു ബുദ്ധിമുട്ടും കൂടി ഞങ്ങൾ നേരിടുന്നുണ്ട്. അസോസിയേഷൻ സെക്രട്ടറി വിനോദ് കുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. എന്താണ് ഇപ്പോൾ നമ്മൾ ഇത് സംബന്ധിച്ച് പറയാനുള്ളത്? ഇപ്പോൾ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഒരു ഹൗസ് ബോട്ട് ഹബ്ബായി മാറേണ്ട ഒരു ഈ കോട്ടപ്പുറത്ത് നമുക്ക് വളരെയേറെ അധികൃതര ഭാഗത്ത് നമുക്കിപ്പോൾ ഈ പറയുന്ന 8 കോടി രൂപ മുടക്കുമുതൽ നമുക്ക് ഏകദേശം ടെർമിനലും അതോടൊപ്പം 1.30 കോടിയോളം രൂപ മുടക്കിയിട്ടാണ് നമ്മൾക്ക് ഈ അനുബന്ധ റോഡുകൾ നിർമ്മിച്ചത്. പക്ഷേ അതോടൊപ്പം തന്നെ അതിൻ്റെ അത്ര
കണ്ട് നമ്മൾ ഈ കോട്ടപ്പുറത്ത് വികസിക്കുന്നില്ല. കാരണം അതുപോലെ തന്നെ ഈ ഭൗതിക സാഹചര്യങ്ങൾ ഒരുപാട് ഒരുക്കാനുണ്ട്. കാരണം വെച്ചാൽ ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം നമുക്ക് ഏറെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. ടെർമിനലിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്കും അതുപോലെ തന്നെ ഹൗസ് ബോട്ട് യാത്രക്കാർക്കും നമുക്ക് കുടിവെള്ളത്തിൻ്റെ സൗകര്യം അപര്യാപ്തതയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ ശുചിമുറി ഇതുവരെ നമ്മൾ നേരത്തെ DTPCൻ്റെയും VRDCൻ്റെയും സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യമാണ്. അതൊക്കെ നമുക്ക് ഈ കോട്ടപ്പുറത്ത് പരിഗണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമുക്ക് ഏറ്റവും വലിയ നമുക്ക് കൂടുതൽ ഈ മേഖലകളിൽ നമുക്കൊരു കാര്യം നമുക്ക് സൂചിപ്പിക്കാം. കാരണം ഈ പരിസര പ്രദേശങ്ങളിൽ ഇപ്പോൾ 1-2 ഓണർമാരില്ല ഈ 27ഓളം ബോട്ടുകളിൽ ഒന്നോ രണ്ടോ ബോട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം തദ്ദേശീയരായ പ്രവാസികളായ അതോടൊപ്പം നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർ ഉൾപ്പെടുന്ന 10, 15, 20, 35ഓളം വരുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് നമ്മൾ ഈ പ്രദേശങ്ങളിൽ, ഈ കോട്ടപ്പുറം മലബാർ പ്രദേശങ്ങളിൽ ഹൗസ് ബോട്ടിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടേതായ രീതിയിലുള്ള ഭാഗത്തുനിന്ന്, കാരണം ഏകദേശം പരോക്ഷമായി ഈ വ്യവസായത്തെ ആശ്രയിച്ച് കഴിയുന്നത് ഏകദേശം ഒരു 300-350ഓളം കുടുംബങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് കഴിഞ്ഞുകൂടുന്നത്. കാരണം നമുക്ക് 2000 നമ്മൾ കോട്ടപ്പുറത്ത് ആദ്യത്തെ ഈ DTPCയുടെ ഒരു ഡെസ്റ്റിനേഷൻ വരുന്ന സമയത്ത് അന്ന് BRDCയുടെ ഒരു 4 ബോട്ട് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ 4 ബോട്ടുകളും തകർന്നതിന് ശേഷം ഞാൻ ഉൾപ്പെടെയുള്ള, അന്ന് ഞാനൊരു ജനപ്രതിനിധിയായിരുന്നു, അന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ 10 പേര് കൂടിയിട്ടാണ് ഞങ്ങളൊരു ഹൗസ് ബോട്ടിൻ്റെ അത് BRDCയിൽ അന്നത്തെ ജീവനക്കാരുണ്ടായിരുന്ന 3-4 പേരും അതോടൊപ്പം ബാക്കിയുള്ള ഒരു 6 പേരും കൂടി 10 പേരാണ് ഞങ്ങൾ 2012 ഈ ഒരു ഹൗസ് ബോട്ട് മേഖല വീണ്ടും പുത്തൻ ഉണർവിലേക്ക് വന്നത്. കാരണം നമുക്കതുപോലെ തന്നെ നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ഗസ്റ്റുകളെ, കാരണം കാസർഗോഡ് ജില്ലയിൽ എടുത്തു പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസോർട്ടുകളും അതോടൊപ്പം തന്നെ ടൂറിസം ഫെസിലിറ്റേഷനൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഈ കാസർഗോഡ് ജില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾ വളരെ നല്ല രീതിയിൽ നമുക്ക് സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മേഖല ഏറ്റവും കൂടുതൽ ഒരു വൻ വ്യവസായമായി ഈ കാസർഗോഡ് ജില്ലയ്ക്ക് മാറേണ്ട സാധ്യത നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ഒരു സാധാരണ പഴയ ബോട്ട് സമ്പ്രദായമാണ്. കാരണം ലാസ്കർ, അതോടൊപ്പം തന്നെ സ്റ്റുവാർഡ്, അതോടൊപ്പം സ്രാങ്ക്, ഈ 3 മേഖലകളാണ് പഴയ ബോട്ടുകളിൽ ഉണ്ടായിരുന്ന ആ ഒരു സംവിധാനമാണ്. അന്ന് ഇൻബോർഡ് എഞ്ചിനുണ്ടായിരുന്ന അതേ സംവിധാനമാണെന്ന് സംസ്ഥാന സർക്കാർ, കാരണം നേരത്തെ KEV രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനത്തോടു കൂടിയാണ് നമ്മൾ ഈ ബോട്ടിൻ്റെ സംവിധാനം പോയത്. ഇപ്പോൾ അത് ഇൻലാൻഡ് വെസൽ എന്നുള്ള രീതിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് സംവിധാനത്തിലേക്ക് മാറുകയും അതോടൊപ്പം ഭീമമായ തുക ഇൻഷുറൻസ് ഇനത്തിൽ നമുക്ക് വർധന വരുത്തിയിട്ടുണ്ട്. കാരണം പാസഞ്ചർ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മളൊരു ബോട്ടിൻ്റെ ഇൻഷുറൻസ് നേരത്തെ ഉണ്ടായിരുന്ന തുകയുടെ നേരെ ഇരട്ടിയാണ് ഇന്നത്തെ ഇൻഷുറൻസ് തുക ഏർപ്പാടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ മേഖല ഏറ്റവും കൂടുതൽ നേരിടുന്നത് തൽപരരായിട്ടുള്ള അഭ്യസ്തവിദ്യരായ ഒരുപാട് തൊഴിൽ രഹിതരുണ്ടെങ്കിലും ഒരു ലാസ്കറുടെ ഒരു ടെസ്റ്റ് എഴുതാനോ അതുപോലെ തന്നെ അതിന് ശേഷം വരുന്ന ലാസ്കർ ആയിട്ടുള്ളവരുടെ സ്രാങ്ക് ആവാനോ അല്ലെങ്കിൽ ഡ്രൈവർ ആവാനോ ഉള്ള ലൈസൻസിന് വേണ്ടുന്ന സംവിധാനം ഈ മേഖലകളിൽ നമുക്ക് തീരെ ഇല്ല എന്നുള്ള ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബോട്ടിലുള്ള കൂടുതൽ ഡ്രൈവർമാരും നമ്മളെ ആലപ്പുഴ, എറണാകുളം പോലുള്ള പ്രദേശങ്ങളിലെ നല്ല രീതിയിലുള്ള ട്രെയിനേഴ്സ് ആയിട്ടുള്ള ജീവനക്കാരാണ് ഇവിടുത്തെ നമ്മൾ ഈ ബോട്ടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഒരുപാട് ആൾക്കാർ അപ്ലിക്കേഷൻ കൊടുത്ത് ഉള്ള ഒരുപാട് ആൾക്കാർ ഈ സ്രാങ്കിൻ്റെ ലൈസൻസിലുണ്ട്. അതൊക്കെ ഗവൺമെൻറ് നല്ല രീതിയിൽ പരിഗണിച്ച് കഴിഞ്ഞാൽ ഈ വ്യവസായം വളരെ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് അസോസിയേഷൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. ഈ മേഖലയിൽ സർക്കാരിൻ്റെതായ ഒരു സഹായം എന്ന് പറയാനൊന്നുമില്ല. കാരണം നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ആ കോവിഡിൻ്റെ കാലത്ത് എല്ലാ കടലാസുകളൊക്കെ ഉള്ള ബോട്ടുകൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഒരു 85,000 രൂപ ഒരു കോമ്പൻസേഷൻ അല്ലേ. അത്ര കുറേ കാലം ജോലി ചെയ്യാതെ കിടന്നതല്ലേ കുറേ ജീവനക്കാരും ഈ മുതലാളിമാരും. അപ്പോൾ അതൊക്കെ ഒരു കോമ്പൻസേഷൻ അങ്ങനെ കിട്ടിയിരുന്നു. ഇപ്പോൾ ഏകദേശം 30ഓളം ബോട്ടുകൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ഒരു ബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചുരുങ്ങി 4 ക്രൂ ഉണ്ടാവും. അവർക്ക് സ്ഥിരമായിട്ട് ജോലിയാണ്. അപ്പോൾ ആ 4 ക്രൂ കൂടാതെ ഈ മറ്റേ ഇതിൻ്റെ പാർട്ട്നേഴ്സ്, പിന്നെ ഇതിന് ഓരോ ദിവസവും നമ്മൾ ഇതിൻ്റെ ചിലവിനുണ്ട്. ഡീസൽ വാങ്ങണം, പെട്രോൾ വാങ്ങിക്കണം, പിന്നെ അനാദി സാധനങ്ങൾ വാങ്ങണം, മത്സ്യം വാങ്ങണം, പിന്നെ പലചരക്ക്, ഇതൊക്കെ ഡെയിലി ഓരോ ട്രിപ്പിനും അത് നാളത്തെ ഇന്ന് വൈകുന്നേരം വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്നൊരു നല്ലൊരു ശതമാനം ആൾക്കാർ ഈ ബോട്ടിൻ്റെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ടെന്നുള്ളൊരു വസ്തുത. പക്ഷേ അതാരും മനസ്സിലാക്കുന്നില്ല എന്നൊരു സത്യം. ഈ ബോട്ടിൽ നിന്ന് എന്തോ സംഭവം എന്നാണ് നാട്ടുകാർ വിചാരം. അവർക്ക് വലിയ വരുമാനം. പക്ഷെ ഇന്നൊക്കെ ഞങ്ങൾ ബോട്ടൊക്കെ ഇന്ന് അരിഷ്ടിച്ച് പോകുന്നതാണ്. ചിലപ്പം വരവും തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അത്രയും ബോട്ടുകളുണ്ട്, അതിന് മാത്രം ഗസ്റ്റ് എത്തുന്നില്ല എന്നുള്ള സത്യം. ഈ ബേക്കൽ കോട്ട പോലെ അന്താരാഷ്ട്ര ടൂറിസം വകുപ്പ് പിടിച്ച ഒരു ജില്ലയാണ്. ഒരുപാട് ടൂറിസം സാധ്യതയുള്ള ജില്ലയാണ്. ആൾക്കാരുടെ വരവ്, അത് വിദേശികളായാലും ആഭ്യന്തര ടൂറിസ്റ്റുകളായാലും, അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്? മുമ്പൊക്കെ വിദേശികൾ ഇഷ്ടം പോലെ വരുമായിരുന്നു. അവർ നൈറ്റ് ട്രിപ്പൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ വളരെ റെയറായിട്ട് വരുന്നുള്ളൂ.
അതും ഈ പിന്നെ ഇതില്ലേ വലിയ ഹോട്ടലിൽ ടാജ് ഹോട്ടലിൽ അത്തരം ഹോട്ടലിൽ താമസിക്കുന്ന ആൾ പാക്കേജായിട്ട് വരുന്നവർ ചിലപ്പോൾ 1-2 മണിക്കൂർ വന്നിട്ട് തിരിച്ചു പോകുന്ന ആ സ്ഥിതിയിലേക്ക് എത്തി. ഇവിടെ ഹാൾട്ടില്ല. എന്തുകൊണ്ടാണ് കാസർഗോഡ് ജില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ടൂറിസം മേഖലയിൽ വർദ്ധിപ്പിക്കാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ടൂറിസ്റ്റുകൾ അധികം ഈ വരവ് കുറഞ്ഞത്? അത് മെയിനായിട്ട് അത് തന്നെയാണ്, അടിസ്ഥാന സൗകര്യം ഇല്ലാത്തത് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഇപ്പോൾ നേരത്തെ ശുചിമുറി, പിന്നെ കുടിവെള്ളം, ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. നല്ലൊരു വഴിയില്ല, താമസിക്കാനുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ ഇതൊക്കെ കാരണം അങ്ങനെ വരുമ്പോഴേ ആൾക്കാർ ഇതെല്ലാം മുന്നിൽ കണ്ടിട്ടുണ്ടാകും വരിക. കാരണം ഇപ്പം ഉദുമ ഇപ്പം എത്ര റിസോർട്ടുകളാണ് അവിടെ ഉള്ളത്. അവിടെ ഇപ്പോൾ 60 റൂമിലുള്ള റിസോർട്ട് ഇപ്പം ഫുള്ളാണ്. ഒരു റൂം പോലും നമുക്ക് പോയാൽ കിട്ടില്ല. ആ രീതിയിൽ ആ ടൂറിസം വളരെയധികം വികസിച്ചിട്ടുണ്ട്. ആ വികസനം നമ്മൾ ഈ ഏരിയയിൽ വന്നിട്ടില്ല എന്നൊരു സത്യമാണ്. ഇവിടെ ഒരുപാട് വികസന സാധ്യതകളുണ്ട് നമ്മുടെ ഈ പ്രദേശത്തിന്. കാരണം ഇത് കാര്യംകൊണ്ട് പുഴ, നീലേശ്വരം പുഴ, ഇതിനെ യോജിക്കുന്ന ഈ പുഴ, പിന്നെ അങ്ങോട്ട് അച്ചാന്തരത്ത് പുഴ, അഴിമുഖം, വളരെ പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ കാണികൾ കാണാൻ പറ്റുന്നത്. പക്ഷെ അത് അങ്ങനെ ആസ്വദിക്കാൻ മാത്രം ഉള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല എന്നൊരു സത്യം. അത് ഈ റോഡ് തന്നെ, റോഡിൻ്റെ പ്ലാനിൽ എന്ന് പറഞ്ഞാൽ 2 സൈഡിലും ഫാൻസി ലൈറ്റൊക്കെ വെച്ചിട്ട് ചെടികളൊക്കെ വെച്ചിട്ട് ഒരു ആകർഷക മാതിരി ആക്കണമെന്നുള്ളത്. പക്ഷേ ആ റോഡ് പോലും കുറച്ച് കല്ലിട്ടിട്ട് അവിടെ വെച്ചിട്ട് അവിടെ കിടക്കും. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. രാത്രിയാണെങ്കിൽ നായ്ക്കളാണെങ്കിൽ ഒരു നായ്ക്കളെ പട തന്നെയാണ് ഈ റോഡിൽ പോകുമ്പോൾ നമ്മൾ തന്നെ പേടിച്ചാൽ പോലും. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം. കാരണം ആ സംവിധാനം വരികയാണെങ്കിൽ നായ്ക്കളൊന്നും കൊണ്ട് വരില്ല. അപ്പോൾ അതുപോലെ ഒരുപാട് നല്ല ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ ഇത് വളരെ നല്ല ഹബ്ബായിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. ഈ ഹൗസ് ബോട്ടുകൾക്കെതിരെ വരുന്ന മറ്റൊരു പരാതിയാണ് മാലിന്യം വ്യാപകമായി പുഴയിൽ വലിച്ചെറിയുന്നതൊക്കെ. ആ കാര്യങ്ങൾ കൂടി നമുക്ക് ഇവരോട് ചോദിക്കാം. ഈ മാലിന്യം ഒരുപാട് ബോട്ടിൽ നിന്നും ഈ ഹൗസ് ബോട്ടുകളിൽ നിന്നും പുറന്തള്ളുന്നത് നാട്ടുകാരുടെ ഒരു ചെറിയ പരാതി ഉണ്ടായിരുന്നു. അതെന്താണ് കാരണം? അതിനെന്താണ് ഒരു പരിഹാരം? അല്ല, ഈ ഇപ്പം പൊതുവേ ഇപ്പം മാലിന്യ സംസ്കരണം നമ്മൾ ബോട്ടിൽ നിന്ന് വലിച്ചെറിയുന്നത് വളരെ കുറവാണ്. പഴയ കാലങ്ങളിലെല്ലാം ചിലപ്പോൾ അതുണ്ടായിരിക്കാം. ഇപ്പം ഒന്ന് പുഴ തന്നെ നോക്കിയാൽ വളരെ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കുപ്പികൾ വലിച്ചെറിയുന്ന അതിൻ്റെ നമ്മൾ പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കി ബോട്ടിൽ തന്നെ ശേഖരിച്ച് അത് പിന്നെ നമ്മളെ ബോട്ടിൻ്റെ പരിസരത്ത് തന്നെ വലിയ ടാങ്കുകൾ ഉണ്ടാക്കിയിട്ട് അതിലിട്ടിട്ട് ഇവർ കൊണ്ടുവന്നുണ്ട്. പിന്നെ നമുക്ക് പൊതുവേ ഈ ഭക്ഷണ മാലിന്യങ്ങൾ നമ്മൾ പുഴയിൽ തള്ളലില്ല. അത് അതിനു വേണ്ടി ഒരു സംസ്കരണം, ഈ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് പൊതുവായി ഈ ടെർമിനൽ പരിസരത്ത് ഒരു പൊതു മാലിന്യ സംസ്കരണ യൂണിറ്റ് സ്ഥാപിച്ചാൽ അത് നമുക്ക് വളരെയധികം ഗുണപ്രദമാണ്. ഈ മാലിന്യ മുക്ത കേരളം എന്ന ആ മുദ്രാവാക്യം നമുക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരം ആവും. പിന്നെ അത് മുനിസിപ്പാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് വളരെ പ്രഷറുണ്ട്. ഒന്നാമത് ഈ പിന്നെ കത്തിക്കുന്നത് അതെല്ലാം ഇപ്പോൾ ഇല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റുകൾ, ഗ്ലാസ്സുകൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാവരും ഇപ്പോൾ സ്റ്റീൽ ഗ്ലാസും അതേപോലെ പ്ലേറ്റ് ഇലയിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. മിക്ക ബോട്ടുകളും ഇലയിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ ഇപ്പം വളരെ കുറവാണ്. മുമ്പ് അങ്ങനെയല്ല. മുമ്പെല്ലാം ഈ കടലാസ് പ്ലേറ്റ്, ഗ്ലാസ്സുകളെല്ലാം കൊടുത്താണ്. അതെല്ലാം ഇപ്പം മാറി ഈ മാലിന്യ മുക്ത കേരളത്തിലേക്ക് നമ്മളും കൂടെ കുറേ മുന്നോട്ട് വന്നിട്ട് ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ മാലിന്യ സംസ്കരണം നമുക്കിപ്പോൾ ഒരു പൊതു മാലിന്യ സംസ്കരണം പ്ലാന്റ് ഉണ്ടായാൽ അത് ഈ കാര്യത്തിൽ ഏതെങ്കിലും ജില്ലാ കളക്ടറോടോ, കാരണം ടൂറിസത്തിൻ്റെ ചാർജ് ആണല്ലോ, അത് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഏത് രീതിയിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള സമീപനം? അത് നമ്മളെ പിന്നെ ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ പലതവണ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ അധികാരികളെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരുവിധ പുരോഗതി ആ കാര്യത്തിൽ കാണുന്നില്ല. ഏതായാലും 300ഓളം പേർക്ക് ജീവിതോപാധിയാണ്. അതുകൂടാതെ അനുബന്ധമായി നിരവധി പേർക്ക് ഉപകാരപ്രദമായ ഒരു മേഖല കൂടിയാണ്. ഈ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ തന്നെ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. കൂടുതൽ പേർ പ്രതികരിക്കാറുണ്ട്. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. നീലേശ്വരം നഗരസഭ ക്ഷേമ സഹകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതുപോലെ തന്നെ ബോട്ട് ഉടമയുമായ ഷംസുദ്ദീനാണ് നമ്മുടെ പേരിൽ ചേരുന്നത്. നിലവിൽ എന്താണ് പ്രതിസന്ധി ഈ മേഖലയിൽ? നിലവിൽ അങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധി എന്നുള്ള രീതിയിൽ നമുക്ക് പറയേണ്ടതില്ല. തീർച്ചയായിട്ടും 10-27 ഹൗസ് ബോട്ടുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇത് വളർന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ, ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയയായി ഈ കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ മാറിയിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ടെർമിനലിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം
അടിസ്ഥാന സൗകര്യങ്ങളിൽ നഗരസഭയായാലും സംസ്ഥാന സർക്കാരായാലും നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശുചിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി നഗരസഭയായാലും ജില്ലാ ശുചിത്വ മിഷനും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവരുടെ ആദ്യത്തെ ഒരു പോയിൻ്റായി ഈ ടെർമിനൽ മാറ്റിയിട്ടുണ്ട്. ഇവിടെ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ഒട്ടനവധി ക്യാമ്പുകൾ നഗരസഭ നടത്തിയിട്ടുണ്ട്. ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് സെൽഫി പോയിൻ്റ് പോലും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ആളുകളിൽ മാലിന്യമുക്ത കേരളത്തിൻ്റെ സന്ദേശം എത്തിക്കുന്ന രീതിയിൽ കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുമ്പോൾ ആ ടൂറിസ്റ്റുകളിൽ കൂടി ആ സന്ദേശം എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹൗസ് ബോട്ട് ഉടമകളും ഈ ടെർമിനൽ നടത്തിപ്പുകാരും നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നത്. നമുക്കറിയാം, പബ്ലിക് ഇത്രയും ആളുകൾ വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും, നല്ല വൃത്തിയുള്ള ഒരു ടെർമിനലായിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അത് നഗരസഭയോടൊപ്പം തന്നെ ഇവിടുത്തെ ഹൗസ് ബോട്ട് ഉടമകളും ഈ സ്ഥാപനം നടത്തുന്ന ആളുകളും നടത്തുന്ന സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഹരിതകർമ്മസേന അവർ വളരെ കൃത്യമായി ഹൗസ് ബോട്ടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ശേഖരിക്കുകയും അവർ കൃത്യമായി എന്തുകൊണ്ട് ഇവിടെ തന്നെ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിച്ചുകൂടാണ്? അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിലവിലുള്ള ഈ സ്ഥലത്ത് ഈ ടെർമിനൽ ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ പ്ലാനിൽ ഇത്തരത്തിലുള്ള ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള സംഭവം ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഈ മാലിന്യമുക്ത നവകേരളത്തിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണവും സംരംഭങ്ങളും തുടങ്ങി വരുന്നത്. തീർച്ചയായിട്ടും ഈ ടെർമിനലിനോട് ചേർന്നിട്ടുള്ള 62 സെൻറ്റ് സ്ഥലം BRDC അക്വയർ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വലിയ രീതിയിലുള്ള പ്രോജക്റ്റ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ BRDC ഒക്കെ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് മാലിന്യ വലിച്ചെറിയുന്ന അതുപോലെ തന്നെ CVP പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനുള്ള പ്ലാനോട് കൂടിയുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിക്കേണ്ടത് എന്നാണ് അപൂർവമായി സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും സർക്കാർ അതിന് പ്രാധാന്യം നൽകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പിന്നെ അടിസ്ഥാനപരമായി നേരത്തെ ഹൗസ് ബോട്ട് ഓണേഴ്സൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന BRDC ബിൽഡിങ്ങിലുള്ള 2 ടോയ്ലറ്റുകളാണ് ഇവിടുത്തെ ഈ നടത്തിപ്പുകാരും അതുപോലെ തന്നെ ഹൗസ് ഓണേഴ്സൊക്കെ സഹകരിച്ചുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് വളരെ പരിമിതമാണ്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ടോയ്ലറ്റ് കോംപ്ലക്സ് അടക്കം ഈ നമ്മുടെ ഈ പ്രദേശത്ത് വന്നാൽ കൂടുതൽ ആളുകൾക്ക് ഇത് സന്ദർശകർക്ക് ഇവിടെ വരാനും അത് ഉപയോഗിക്കാനും പറ്റും. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഹൗസ് ബോട്ട് യാത്രക്കാരല്ലാത്ത രീതിയിൽ തന്നെ ഒരുപാട് ആളുകൾ ഈ കായൽ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വായിക്കാനുള്ള ഒരു വായനാ ഇടം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല വൈബാണുള്ളത്. പക്ഷേ കുട്ടികളുടെ ചെറിയ രീതിയിലുള്ള കുട്ടികൾ പാർക്കുണ്ട്. അവർ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള പാർക്കുകൾ അത്ര വേണ്ട രീതിയിലൊരു വികസനം ടൂറിസം മേഖലയിൽ ഇവിടെ എത്തിയിട്ടുണ്ടോ? കാരണം ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഹൗസ് ബോട്ടുകളും ആ ഒരു കാര്യം. അതുകൂടാതെ ഇപ്പോൾ രാത്രി നമുക്ക് ഹൗസ് ബോട്ടുകൾക്ക് നിയന്ത്രണമുണ്ടല്ലോ, രാത്രി കാലങ്ങളിൽ കൂടുതൽ ആൾക്കാരെ ഇവിടെ എത്തിക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും പദ്ധതികൾ? അല്ല, ഹൗസ് ബോട്ട് ടെർമിനൽ എന്ന നിലയ്ക്ക് ആദ്യത്തെ രീതിയിൽ ഈ ഹൗസ് ബോട്ട് വരാനും അവരെ കൊണ്ടുപോകാനും കായൽ ആസ്വദിക്കുന്ന രീതിയിലാണ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൗസ് ബോട്ടിനല്ലാതെ തന്നെ കായൽ സൗന്ദര്യം ആസ്വദിക്കുന്നതിനും സഞ്ചാരികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും നാളുകളിൽ സർക്കാർ ആ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടെർമിനലിനോട് ചേർന്നിട്ടുള്ള സർക്കാർ സ്ഥലം അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഉൾപ്പെടെ അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ്, ചെറിയ രീതിയിലുള്ള ഹോട്ടലും കഫേകളൊക്കെ തുടങ്ങാൻ സൗകര്യവും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലും നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിർഭയമായിട്ട് സ്ത്രീകൾക്കടക്കം സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ എല്ലാ വിഭാഗം ആളുകൾക്കും ഏത് സമയത്തും ടൂറിസം മേഖലയിൽ വരാനും പോകാനൊക്കെയുള്ള ഒരു ധൈര്യം കിട്ടുന്ന ഒരു സ്ഥലമാക്കി ഇത് മാറ്റേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. സംസ്ഥാന സർക്കാർ നീലേശ്വരം നഗരസഭയുടെ തനത് ഫണ്ടിൻ്റെ ലഭ്യത കുറവ് കൊണ്ടാണ് ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് ആരംഭിക്കാത്തത്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും അതുപോലെ തന്നെ ബോട്ടുടമയുമായ ശ്രീജിത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ പാർശ്വഭിത്തി നിർമ്മിക്കണമെന്നൊരു ആവശ്യം ഇവിടുത്തെ പൊതുവെ ജനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഹൗസ് ബോട്ടുകളെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത്? ഞാൻ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് അച്ചാന്തുരുത്തിയാണ് എൻ്റെ വാർഡിൻ്റെ പേര്. നമ്മളെ ഒരു ദ്വീപ് പ്രദേശത്ത് ഈ ഉപ്പുവെള്ളം കയറുന്നതുമായി വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ജനങ്ങളുള്ളത്. ഓരോ വർഷവും അരയടി ഉയരത്തിലാണ് ഇപ്പോൾ വെള്ളം കയറി വരുന്നത്. അതുകൊണ്ട് പാർശ്വഭിത്തി വേണം. നമ്മൾ ഒരുപാട് ഇറിഗേഷനായാലും മൈനർ ഇറിഗേഷനായാലും നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും വേണ്ടത്ര രീതിയിൽ നമുക്ക് കരകെട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഉപ്പുവെള്ളം കയറുന്നതുകൊണ്ട് നമ്മൾ ഈ ഹൗസ് ബോട്ട്
കോട്ടപ്പുറം സൈഡിൽ 8 കോടി രൂപയുടെ ടെർമിനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു സമയത്ത് 4 ബോട്ട് മാത്രമേ ഈ ഹൗസ് ബോട്ടിൽ നമുക്ക് ഇവിടുന്ന് ആളെ എടുത്ത് പോകാൻ പറ്റൂ. പക്ഷേ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് നമ്മളെ എല്ലാ ബോട്ടുകളും സമയം ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ ആ സമയത്തൊന്നും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് അച്ചാന്തുരുത്തി. പക്ഷേ ഓരോ പോയിൻ്റ് ജെട്ടികളുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ആളെ എടുക്കേണ്ടതാണ് ഇപ്പം നടന്നു വരുന്നത്. പിന്നെ നമ്മളെ ഈ ആലപ്പുഴ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഹബ്ബ് നമ്മൾ ഈ കോട്ടപ്പുറം അച്ചാന്തുരുത്തിയുള്ള ഹൗസ് ബോട്ട് തന്നെയാണ്. എൻ്റെ വാർഡിൽ 200ഓളം ആളുകൾ ഈ ഹൗസ് ബോട്ടുമായിട്ട് ബന്ധം. 450 വീടാണ് നമ്മുടെ അച്ചാന്തുരുത്തി ദ്വീപിലുള്ളത്. പക്ഷേ 200 ഓളം വീട്ടിലെ ആളുകൾ ഈ ഹൗസ് ബോട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഈ വേലിയേറ്റം വേലിയിറക്കം നമ്മൾ ഈ തീരം നമ്മൾ അഴിമുഖം കാണുന്ന ഒരു ഹൗസ് ബോട്ട് യാത്ര ഇത് തന്നെയാണ്. ആലപ്പുഴ പോയാൽ നമുക്കത് കാണാൻ പറ്റില്ല. പക്ഷേ വേലിയേറ്റം വേലിയിറക്കം വേലിയിറക്കത്തിന് ഹൗസ് ബോട്ട് പോകാനുള്ള ചാനൽ നമുക്ക് ആഴം കൂട്ടിയാൽ മാത്രമേ ഹൗസ് ബോട്ട് കൊണ്ടുവരുള്ളൂ. വേലിയിറക്കത്തിന് ഹൗസ് ബോട്ട് നമ്മൾ ആ കരയിൽ നിന്നും പുറപ്പെടാനൊന്നും കഴിയുന്നില്ല. അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് പദ്ധതികൾ നിർദ്ദേശത്തിലുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ? ഡ്രഡ്ജ് ഇത് ഡ്രഡ്ജ് ചെയ്ത് നമുക്ക് ആഴം കൂട്ടിയാൽ മാത്രമേ നമുക്ക് ഹൗസ് ബോട്ട് മറ്റ് സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റൂ. അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ചിലപ്പോൾ ആളെ നമ്മൾ എടുത്തു പോയാൽ വരുന്ന സമയത്തായിരിക്കും ഈ വലിയ ഇറക്കം. അപ്പോൾ ആളെ നമ്മൾ ഒരുപാട് സമയം ഈ ഒരു ആങ്കർ ഇട്ട് നിർത്തിയിട്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് കടത്തേണ്ട സാഹചര്യവും വന്നിട്ടുണ്ട്. ഈ തേജസ്വിനി പുഴയുടെ ഒരു സ്വഭാവം ഏത് രീതി, എത്രത്തോളം സുരക്ഷിതം നമുക്ക് മറ്റ് ജില്ലകളിലെ ഹൗസ് ബോട്ടുകൾ ആലപ്പുഴപ്പുറം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്? തേജസ്വിനി പുഴ നല്ല ഒരു വൃത്തിയുള്ള മേഖല തന്നെയാണ്. മറ്റ് കാണുന്നത് നമുക്ക് നമ്മൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വലിച്ചെറിയുന്നത് ഇപ്പോൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം ഹൗസ് ബോട്ടിൽ നിന്ന്. എൻ്റെ പേര് പ്രമോദ് എന്നാണ്. ഞാൻ അച്ചാന്തുരുത്തിയിലുള്ള ഒരു പ്രവാസികളുടെ കൂട്ടായ്മയുള്ള ഒരു ബോട്ടിൻ്റെ ഉടമയാണ്. നമ്മളിതുപോലെ തന്നെ പ്രവാസ മേഖലകളിൽ ജോലി ചെയ്ത് വന്നിട്ട് നാട്ടിലൊരു ജോലി കണ്ടെത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു ഹൗസ് ബോട്ടിൻ്റെ ഉടമയാണ് ഞാൻ. ഇതുപോലെ തന്നെ പല കുടുംബങ്ങളും ഇത് ഹൗസ് ബോട്ട് മേഖലയെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഇല്ല ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹൗസ് ബോട്ട് നിൽക്കുന്ന ഇടം മാത്രമാണ് ശരിയായ വികസിച്ചിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയാനുള്ളത്. മറ്റ് നമ്മളെ കാസർഗോഡ് ജില്ലകളിൽ വേറെ ഏതെങ്കിലും ഒരു ടൂറിസം മേഖല നമുക്ക് ചൂണ്ടിക്കാട്ടാനില്ല എന്ന് ബേക്കൽ കഴിഞ്ഞ വേറൊരു സ്ഥലമില്ല എന്ന് തന്നെ വേണം പറയാൻ. പുറത്തു നല്ല ആൾക്കാർ ഈ ഭാഗങ്ങളിലേക്ക് ആകർഷിക്കണമെങ്കിൽ മറ്റു മേഖലകളോടുകൂടി ഇതോടുകൂടി വികസിച്ചാൽ മാത്രമേ നമുക്ക് ഈ മേഖലയെ ഒന്ന് പുഷ്ടിപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് ഒരു അഭിപ്രായം കൂടെ എനിക്കുണ്ട്. ഞാനൊരു സർക്കാർ ജീവനക്കാരനായിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം ഇന്നപോലെ ഒരു ഹൗസ് ബോട്ടിൽ ഇങ്ങനെ ഒരു ഭാവി പരിപാടി ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ട് ആയതാണ്. അപ്പം വേണ്ടത്ര ഒരു പുരോഗതി അതിനില്ല. എന്തൊക്കെയാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ മേഖലയെ കൂടുതൽ മേഖലകളിൽ നമ്മൾക്ക് യാത്രക്കാരെ യഥേഷ്ടം കിട്ടുന്നില്ല. യാത്രാ ചിലവും മറ്റെല്ലാം ആകുമ്പോൾ ഏകദേശം കിട്ടുന്ന വരുമാനം അതെങ്ങനെ ചിലവിനായിട്ടില്ല. പക്ഷേ പാർട്ട്ണർമാർക്ക് ഒരു വരുമാനം നമുക്കതിൽ നിന്ന് വരുന്നില്ല. വളരെ ചുരുക്കമായിട്ട് വരുമാനം ഇല്ലൂ. നമുക്ക് പുതിയതായി ഒരു ബോട്ട് ഓടുമ്പോൾ ഭീമമായ പണമാണ് വരുന്നത്. നമുക്ക് സബ്സിഡി അത്തരം കാര്യങ്ങൾ അങ്ങനെ സർക്കാരിനോട് ആവശ്യപ്പെടാനുണ്ടോ? എന്താണ് അങ്ങനൊരു നമ്മളിപ്പോൾ ഏകദേശം ആളും ഈ പാർട്ട്ണർമാരാകുന്നത് ബാങ്ക് ലോണും മറ്റുമെല്ലാം എടുത്തിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും സബ്സിഡി വരുന്നുണ്ടെങ്കിൽ എല്ലാ മേഖലയും ഇപ്പോൾ 10-200ഓളം ആളെ അച്ചാന്തുരുത്തിയിൽ നിന്ന് ഈ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഇതിൽ അംഗങ്ങളാണ്. എല്ലാ മിക്ക ആളും ഒരു 4 ലക്ഷം 5 ലക്ഷം ഉറുപ്പ്യ ഒരാൾക്ക് ഷെയർ വരും. അപ്പോൾ അധികം ആളും ബാങ്ക് ലോൺ മറ്റുങ്ങളെ ആക്കിയിട്ടാണ്. അപ്പോൾ അവർക്ക് സബ്സിഡി അനുവദിച്ചാൽ ആ മേഖലകളിൽ കൂടുതൽ ആൾ വരും. സീപ്ലെയിന് വളരെ അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ മേഖല. സീപ്ലെയിൻ വളരെ അനുകൂലം. ഇവിടുത്തെ കിലോമീറ്ററോളം നീളത്തിൽ 70 കിലോമീറ്ററോളം നീളമുണ്ട് ഇവിടുന്ന്. സീപ്ലെയിന് ശരിക്കും അനുകൂലമായ ഏറ്റവും അനുകൂല സാഹചര്യം തന്നെ ഇത് സീപ്ലെയിന്. ആ സീപ്ലെയിൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അച്ചാന്തുരുത്തി ദ്വീപല്ല ശരിക്കും ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് കോവളം മാതിരി തന്നെ ഇവിടെ വികസിക്കും. ഈ ബോട്ട് ടെർമിനലിന് അപ്പുറം വിനോദസഞ്ചാര മേഖല കൂടുതൽ വികസിക്കണം എന്നാണോ നിങ്ങൾ? അതെ. ഇവിടെ എന്തെങ്കിലും സർക്കാരിൻ്റെ എന്തെങ്കിലും പദ്ധതിയെല്ലാം കൊണ്ടുവന്ന് ഇപ്പോഴും ടൂറിസ്റ്റുകൾ വരുന്നവർക്ക് നമ്മൾ ഈ കായൽ യാത്ര മാത്രമേ കാര്യമായിട്ടുള്ളൂ. പിന്നെ അഴിത്തലൊക്കെ അഴിമുഖത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പുലിമുട്ട് അത് പിന്നെ അങ്ങനെ കുറച്ച് അത് ഈ വേനൽക്കാലത്തുമല്ല മഴക്കാലത്തൊന്നും അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല. കാരണം ചളിയും വെള്ളമെല്ലാമായിട്ട് നടക്കാൻ പറ്റില്ല. ഒരുപാട് ഗസ്റ്റുകളെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഇവിടെ നമ്മൾ തെക്കൻ ഭാഗത്തു നിന്ന് ഉദാഹരണമായി ആലപ്പുഴയിലും കുമരകത്തൊക്കെ പോയി മറ്റ് പല ദേശങ്ങളിലൊക്കെ പോയി നമ്മൾ പിന്നെ പല കാര്യങ്ങളും ആസ്വദിച്ച് കഴിഞ്ഞാലും ഈ കോട്ടപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു വൈബ്, കാരണം പ്രത്യേകിച്ച് സഞ്ചാരികൾ നമ്മളോട് പങ്കുവെക്കാറുണ്ട്. നമ്മളെ യൂട്യൂബും അതോടൊപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റൊക്കെ സന്ദർശിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലുള്ള കാര്യങ്ങൾ പരമാവധി നമ്മളതിൽ
പ്രയോജനപ്പെടുത്തുമാറ്. കാരണം വന്നവരുടെ റെക്കമെൻഡും കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ, കാരണം ഇത്രയും വിശാലമായ രീതിയിൽ ഏകദേശം കാര്യങ്കോട് പുഴ മുതൽ നമ്മളെ വലിയപറമ്പ് ഇടയിലക്കാടിലെ നമ്മുടെ ഏറ്റവും പ്രസിദ്ധമാർന്ന വലിയപറമ്പ് കായലിലെ ഈ ഒരു ബാക്ക് വാട്ടറിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ചെറിയൊരു മങ്കി ഐലൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സമുദ്രം മങ്കി ഐലൻഡ്. കാരണം സാധാരണ രീതിയിൽ വാനര സദ്യ ഒക്കെ കൊടുത്തുകൊണ്ട്, അപ്പോൾ അതൊക്കെ കാണുവാനും ആ പ്രദേശം സന്ദർശിക്കുവാനും ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഇത് നമ്മളെ ഈ വാർത്താമാധ്യമങ്ങളൊക്കെ നമുക്ക് വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ വേണ്ടുന്ന രീതിയിലുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് എന്താവുന്നില്ല, ഈ പ്രദേശത്ത് വരുന്നില്ല. അത് തീർച്ചയായും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും നല്ല രീതിയിലുള്ള ഒരു ജലാശയം ഈ കേരളത്തിൽ നമുക്ക് എവിടെയും ഈ ഒരു യാത്രാ സൗകര്യം നമുക്ക് കിട്ടൂല. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ മുമ്പ് മുക്കട നമ്മുടെ പെരുമ്പട്ട മുതൽ നമ്മളെ പയ്യന്നൂർ കൊച്ചി വരെയുള്ള ഒരു ജലഗതാഗത വകുപ്പിൻ്റെ നമ്മളൊരു 2-3 ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവസാന ഘട്ടം വരെ നമ്മൾ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ 1-2 പ്രദേശങ്ങളിൽ ബോട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മളിപ്പോൾ ഇന്ന് കൂടുതൽ ആൾക്കാർക്ക് ആകർഷകമായ രീതിയിൽ ആലപ്പുഴയ്ക്ക് ഉണ്ട്. അതുപോലെയുള്ള സംസ്ഥാന സർക്കാരും ടൂറിസം വകുപ്പ് ഈ ഒരു പ്രദേശത്ത് ആരംഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാനും അതിലുപരി നമ്മുടെ ഈ ഹൗസ് ബോട്ടിലേക്ക് വരുന്ന യാത്രക്കാർക്കും അതോടൊപ്പം നമ്മുടെ ഇതിൻ്റെ ഉടമസ്ഥർക്കും നല്ല രീതിയിലൊരു ബിസിനസ് നടത്തി നമുക്ക് ഗവൺമെൻറ്റിനും അതോടൊപ്പം അനുബന്ധ സ്ഥാപനങ്ങൾക്കും ഈ മേഖലയെ ആകെ വികസിക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മുടെ വിശ്വാസം. ഈ സീപ്ലെയിൻ പദ്ധതി ഇപ്പോൾ എങ്ങും എത്താതെ നിൽക്കുകയാണല്ലോ. ആ പദ്ധതി വന്നാൽ നമുക്ക് എത്രത്തോളം ഉപകാരം ഉണ്ടാവും? എന്താണ് അതിന് തടസ്സം? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ അന്ന് ചില മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുണ്ടായ ഒരു പ്രശ്നങ്ങളാണ്. കാരണം നമ്മളെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഏരിയയിൽ നമുക്ക് മാക്സിമം പറഞ്ഞാൽ 1.5 പോലും മത്സ്യത്തൊഴിലാളികൾ നമ്മൾ ഈ ഒരു ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ഇല്ല എന്നാണ് സർക്കാരിൻ്റെ തന്നെ വെളിപ്പെടുത്തൽ. ഇവിടെ മുമ്പ് തന്നെ സീപ്ലെയിൻ ആവശ്യമായ രീതിയിലുള്ള ബോയകളും റൂട്ടുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2013-14 കാലഘട്ടത്തിലാണ് അന്ന് സ്ഥാപിച്ചത്. ഇന്നിപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രധാനത്ത് കൊല്ലം കോട്ടപ്പുറം ആ ഒരു നമ്മളെ ജലപാത അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും മുൻ ഗവൺമെൻറ്റുകളുടെ ഒക്കെ സ്വപ്നമായിരുന്നു. നിലവിൽ ആ ഒരു സംവിധാനം നമുക്ക് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ മേഖല പൂർണ്ണമായിട്ടും നമുക്ക് വിദേശ ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സീപ്ലെയിനൊക്കെ സംസ്ഥാന ടൂറിസം വകുപ്പ് വളരെ നല്ല രീതിയിൽ നമ്മളിപ്പം പര്യാപ്തമായി നടപ്പിലാക്കിക്കൊണ്ടുവരുന്ന പരിപാടിയാണ് സീപ്ലെയിൻ. അത് കോട്ടപ്പുറത്ത് പഴയ കാലത്തെ ഓർമ്മയിൽ, കാരണം കേരളത്തിൽ തന്നെ ആദ്യം പറഞ്ഞ 3-4 ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് കോട്ടപ്പുറത്ത്. അങ്ങനെ നമുക്ക് സംസ്ഥാന ഭൂപടത്തിലും അപ്പോൾ രാജ്യാന്തര മേഖലകളിലും ഈ കോട്ടപ്പുറത്തെ സംസ്ഥാന സർക്കാരും DTPCയും BRDC ഒക്കെ വിചാരിച്ചാൽ അതോടൊപ്പം പൂർണ്ണമായും ഞങ്ങൾ സംരംഭകരും നാട്ടുകാരൊക്കെ ഇതിന് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തെ വികസിതമായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണുള്ളത്. നന്ദി. ഏതായാലും ഒരു വ്യവസായ മേഖല എന്ന നിലയിലും ഒരു പ്രദേശത്തിൻ്റെ ആകെ വികസനം എന്ന നിലയിലും വലിയ ഇത്തരത്തിലുള്ള പദ്ധതികൾ, കൂടുതൽ പദ്ധതികൾ ഇതിനോടനുബന്ധിച്ച് വരേണ്ടിയിരിക്കുന്നു. അത്തരം പദ്ധതികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.